stepped keyed fitting and test job. നമസ്കാരം, എൻ്റെ പേര് ശശികുമാർ എന്നാണ്. സ്റ്റെപ്പ് കീറ്റ് ഫിറ്റിംഗ് റിപ്പയർ ചെയ്യാൻ ടെസ്റ്റ് ജോബ് ചെയ്യുന്നതുമാണ് നമ്മളിത് പഠിക്കുന്നത്. ഈ ഡെമോൺസ്ട്രേഷന് ശേഷം സർഫസുകൾ പോസിറ്റീവോ നെഗറ്റീവോ 0.02 മില്ലിമീറ്റർ കൃത്യതയിൽ ചതുരാകൃതിയിലാക്കി ഫയൽ ചെയ്യാനും വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രോയിംഗ് പ്രകാരം ഡയമെൻഷൻ ലൈനുകൾ അടയാളപ്പെടുത്താനും ഡ്രോയിംഗ് പ്രകാരം ഹബ്, ഷാഫ്റ്റ്, സ്റ്റെപ്പ് കീ തയ്യാറാക്കാനും ഫിറ്റ് ചെയ്ത് ഡേബർ, ഫിനിഷിംഗ് എന്നിവ ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. ആവശ്യമുള്ള ടൂൾസ്: വെർനിയർ ഹൈറ്റ് ഗേജ്, വെർനിയർ കാലിപ്പർ, ആവശ്യമുള്ള എക്യുപ്മെന്റ്സ്: ലാത്ത് മെഷീൻ, ആവശ്യമുള്ള മെറ്റീരിയൽസ്: റോ മെറ്റീരിയൽ. ഈ ജോബ് ആരംഭിക്കുന്നതിന് മുൻപ് ഇനി പറയാൻ പോകുന്ന പ്രിലിമിനറി ചെക്കുകൾ ചെയ്യുക. ആദ്യം സ്റ്റീൽ റോൾ ഉപയോഗിച്ച് റോ മെറ്റീരിയൽ പരിശോധിക്കുക. ഓവറോൾ സൈസ് പാരലിസമും പെർപെൻഡിക്കുലാരിറ്റിയും നിലനിർത്താനായി പാർട്ട് 1 ഫയൽ ചെയ്യുക. ഓവറോൾ സൈസ് പാരലിസമും പെർപെൻഡിക്കുലാരിറ്റിയും നിലനിർത്താനായി പാർട്ട് 2 ഫയൽ ചെയ്യുക. ഓവറോൾ സൈസ് പാരലിസമും പെർപെൻഡിക്കുലാരിറ്റിയും നിലനിർത്താനായി പാർട്ട് 3 ഫയൽ ചെയ്യുക. 3 പാർട്ടുകളും ഫയൽ ചെയ്തതിനു ശേഷം മാർക്കിങ്ങിന് വേണ്ടി എല്ലാ പാർട്ടുകളും പ്രിപ്പയർ ചെയ്യുക. ഡ്രോയിംഗ് പ്രകാരം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് പാർട്ട് 1 മാർക്ക് ഓഫ് ചെയ്യുക. ഡ്രോയിംഗ് പ്രകാരം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് പാർട്ട് 2 മാർക്ക് ഓഫ് ചെയ്യുക. ഡ്രോയിംഗ് പ്രകാരം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് പാർട്ട് 3 മാർക്ക് ഓഫ് ചെയ്യുക. വെർനിയർ ഉപയോഗിച്ച് മാർക്ക് ഓഫ് ചെയ്തതിന് ശേഷം അടുത്തതായി പഞ്ചിങ് ആണ് ചെയ്യേണ്ടത്. പാർട്ട് 1-ൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. പാർട്ട് 2-ൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. പാർട്ട് 3-ൽ വിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുക. എല്ലാ പാർട്ടുകളും ഫയൽ ചെയ്ത് റോ മെറ്റീരിയൽ പരിശോധിച്ചതിന് ശേഷം വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫിറ്റ്നസ് മാർക്ക് പഞ്ച് ചെയ്യുന്നത്. പ്രിലിമിനറി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എക്സസൈസ് തുടങ്ങാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പോകുന്നത്. ലാത്തിന്റെ 4 ജോ ചങ്കിൽ ജോബ് ഹോൾഡ് ചെയ്യുക. ജോബിന്റെ എൻഡ് ഫേസിലേക്ക് ഫേസ് ടേൺ ചെയ്യുക. (46x45 നീളത്തിൽ ടേൺ ചെയ്യുക. ജോബിന്റെ ഔട്ടർ എൻഡ് 2 mm × 45 ഡിഗ്രി അളവിൽ ചാംഫർ ചെയ്യുക. ജോബിന്റെ സെന്റർ കണ്ടുപിടിക്കാനായി സെന്റർ ഡ്രിൽ നടത്തുക. ഡ്രിൽ ചക്കിലൂടെയും ഡ്രിൽ പൈലറ്റ് ഹോളിലൂടെയും ടെയിൽ സ്റ്റോക്കിൽ 6 mm ട്വിസ്റ്റ് ഡ്രിൽ ഫിക്സ് ചെയ്യുക. മുമ്പ് ഡ്രിൽ ചെയ്ത ഹോൾ വലുതാക്കുക. ഹോളിലേക്ക് ഡ്രിൽ ചെയ്ത് 25 mm ബോർ ഉണ്ടാക്കുക.
25 ഹോൾ എൻഡ് 2 ഇൻറ്റു 45 ചാംഫർ ചെയ്യുക. ജോബിനെ റിവേഴ്സ് ചെയ്ത് ലാർജ് ചങ്കിൽ ഹോൾഡ് ചെയ്യുക. ജോബിനെ 46 പ്ലെയിൻ ടേൺ ചെയ്യുക. അതർ എൻഡിന്റെ ഫേസ് ടേൺ ചെയ്യുമ്പോൾ ഡ്രോയിങ് പ്രകാരമുള്ള ലെങ്ത് നിലനിർത്താൻ ശ്രമിക്കുക. ജോബിന്റെ ഔട്ടർ ഇന്നർ എൻഡ് ഡ്രോയിങ് പ്രകാരം 2 ഇൻറ്റു 45 ചാംഫർ ചെയ്യുക. പാർട്ട് 1 ഡ്രോയിങ് പ്രകാരം കീവേ മാർക്ക് ചെയ്ത് ഫയൽ ചെയ്യുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് കീവേ സൈസ് പരിശോധിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ലാത്ത് മെഷീൻ ഉപയോഗിക്കുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ലാത്തിന്റെ ഫോർജോ ചങ്കിൽ ജോബ് ഹോൾഡ് ചെയ്യുക. ജോബിന്റെ ഒരു ഭാഗത്ത് ഫേസ് ടേൺ ചെയ്യുക. എൻഡ് 2 ഇൻറ്റു 45 ചാംഫർ ചെയ്യുക. 25 ജോബിനെ മാക്സിമം ലെങ്തിലേക്ക് പ്ലെയിൻ ടേൺ ചെയ്യുക. ജോബിനെ റിവേഴ്സ് ചെയ്ത് ലാർജ് ചങ്കിൽ ഹോൾഡ് ചെയ്യുക. ഡ്രോയിങ് പ്രകാരമുള്ള റിക്വയർഡ് ലെങ്ത് നിലനിർത്തിക്കൊണ്ട് ജോബിന്റെ അതർ എൻഡ് ഫേസ് ടേൺ ചെയ്യുക. എൻഡ് ഭാഗം 2 ഇൻറ്റു 45 ചാംഫർ ചെയ്യുക. ഡ്രോയിങ് ഡയമെൻഷൻ ഷാഫ്റ്റിൽ കീവേ മാർക്ക് ചെയ്ത് ഫയൽ ചെയ്യുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് കീവേ സൈസ് പരിശോധിക്കുക. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി തേർഡ് പാർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് നോക്കാം. ഡ്രോയിങ് പ്രകാരം ഡയമെൻഷണൽ ലൈനുകളും പഞ്ച് വിറ്റ്നസ് മാർക്കുകളും മാർക്ക് ചെയ്യുക. ഹാക്സോ ഉപയോഗിച്ച് എക്സസ് മെറ്റൽ റിമൂവ് ചെയ്ത് ഡ്രോയിങ് പ്രകാരമുള്ള സൈസിലും ടേപ്പിനും ഫയൽ ചെയ്യുക. സ്റ്റെപ്പ് കീയുടെ എല്ലാ കോർണറുകളിലെ ബർ റിമൂവ് ചെയ്ത് ഫയൽ ചെയ്ത് ഫിനിഷിംഗ് ചെയ്യുക. ഇപ്പോൾ ശരിയായ രീതിയിൽ 3 പാർട്ടുകളും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എല്ലാ പാർട്ടുകളും അസംബിൾ ചെയ്യാൻ പോവുകയാണ്. പാർട്ട് 1 പാർട്ട് 2 അസംബിൾ ചെയ്യുക. ശരിയായി ഫിറ്റ് ചെയ്തെന്ന് ഉറപ്പാക്കുക. ഇനി കീവേ സ്ലോട്ടിലേക്ക് സ്റ്റെപ്പ് കീ കാണിച്ചിരിക്കുന്നത് പോലെ ഫിറ്റ് ചെയ്യുക. കുറച്ച് ഓയിൽ പുരട്ടിയതിനു ശേഷം ഇവാലുവേഷന് വേണ്ടി ജോബ് തയ്യാറാക്കുക. നമ്മൾ ഇതുവരെ പഠിച്ചതെന്ന് ഓർത്തേക്കാം. സർഫേസുകൾ +-0.02 മില്ലിമീറ്റർ കൃത്യതയിൽ ചതുരാക്യത്തിലാക്കി ഫൈൽ ചെയ്യാനും വെർനിയർ ഹൈറ്റ് വാച്ച് ഉപയോഗിച്ച് ഡ്രോയിങ് പ്രകാരം ഡയമെൻഷൻ ലൈനുകൾ അടയാളപ്പെടുത്താനും ഡ്രോയിങ് പ്രകാരം ഹബ് ഷാഫ്റ്റ്, സ്റ്റെൻഡ് കീ ഹബ്, ഷാഫ്റ്റ് ആൻഡ് സ്റ്റെഡ് കീ തയ്യാറാക്കാനും ഫിറ്റ് ചെയ്ത് ഡീബർ ഫിനിഷ് ചെയ്യാനുമാണ് നമ്മളിത് പഠിച്ചിരിക്കുന്നത്. അങ്ങനെ സ്റ്റെഡ് കീ ഫിറ്റിംഗ് തയ്യാറാക്കാമെന്നും ടെസ്റ്റ് ചെയ്യാമെന്നും നമ്മളിന്ന് മനസ്സിലാക്കി. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ഇൻസ്ട്രക്ടറിൻ്റെ സഹായത്തിൻ്റെ കൂടെ ഈ എക്സസൈസ് പരിശീലിക്കുക.